GM ന്യൂസ് തിരുവനന്തപുരം ഡെയിലി വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ നിശ്ചൽ. ഇന്നത്തെ പ്രധാന വാർത്താ ഹെഡ്ലൈൻസ്. പുകവലിച്ചും മദ്യപിച്ചും സ്കൂൾ മൈതാനത്ത് അതിക്രമം. 1-ാം ക്ലാസ്സുകാരനെ അടക്കം മർദ്ദിച്ച പെൺകുട്ടികൾ കോട്ടയത്തെ സ്കൂളിൽ. സ്ത്രീകൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും നൽകണം, പുരുഷാധിപത്യം അവസാനിപ്പിക്കണം, ചീഫ് ജസ്റ്റിസ്. IPC കർണാടക സ്റ്റേറ്റ് ശുശ്രൂഷക സമ്മേളനം ഒക്ടോബർ 1 മുതൽ. അധ്യാപക സെമിനാറും അവാർഡ് വിതരണവും നടന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ മേത്താനം ഏകദിന ക്യാമ്പ് നാളെ മാങ്ങാനത്ത്. ബാംഗ്ലൂർ ഐക്കോമത്ത് സാലി ജോൺ നിര്യാതയായി. വാർത്തകൾ വിശദമായി. കോട്ടയം. മൊബൈലിൽ ഫോട്ടോ എടുത്തു കൊടുക്കാനുള്ള ആവശ്യം നിരസിച്ചതിന് കൊച്ചുകുട്ടികളെ മർദ്ദിച്ച വിദ്യാർത്ഥി സംഘം. അതിരമ്പുഴയിലെ സ്വകാര്യ സ്കൂൾ മൈതാനത്താണ് കുട്ടികളുടെ ഓണത്തല്ല് നടന്നത്. 1-ാം ക്ലാസ് വിദ്യാർത്ഥിയടക്കം മർദ്ദനത്തിനിരയായി. പെൺകുട്ടികളടക്കമാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. ഫോട്ടോ എടുത്തു നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചതിനായിരുന്നു സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമുറ. 5-ാം ക്ലാസ് വിദ്യാർത്ഥികളെയും 1-ാം ക്ലാസ് വിദ്യാർത്ഥിയെയും പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് സ്കൂൾ മൈതാനത്താണ് സംഭവം. ഇതേ സ്കൂളിലെ 5-ലും 1-ലും പഠിക്കുന്ന സഹോദരങ്ങളും മറ്റൊരു വിദ്യാർത്ഥിയുമടക്കം 3 കുട്ടികളാണ് മർദ്ദനത്തിനിരയായത്. മർദ്ദനത്തിനിരയായ 3 കുട്ടികളും സ്കൂൾ വിട്ട് വീട്ടിൽ പോകാൻ കാത്തുനിൽക്കുമ്പോഴാണ് അതിക്രമം. ഈ സമയം 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഗ്രൗണ്ടിലെത്തിയ ശേഷം പുകവലിക്കുകയും മദ്യപിക്കുകയും ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് ഫോട്ടോ എടുത്തു നൽകാൻ സംഘത്തിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ആവശ്യപ്പെട്ടു. എന്നാൽ കുട്ടികൾ ഇതിന് വിസമ്മതിച്ചു. തുടർന്ന് ഈ വിദ്യാർത്ഥികളെ വടിയും മൊബൈൽ ഫോണും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. മുഖത്തുൾപ്പെടെ മർദ്ദനമേറ്റ കുട്ടികളെ അതിരമ്പുഴ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ത്രീകൾക്ക് സമത്വവും സ്വാതന്ത്ര്യവും നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ്. സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായി ജീവിതം നയിക്കാനുള്ള സ്ത്രീകളുടെ അവകാശത്തെ അംഗീകരിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും തിരഞ്ഞെടുപ്പുകളെയും ഹനിക്കുന്ന പ്രത്യക്ഷമായ സംരക്ഷണ നിയമങ്ങൾക്കെതിരെ നാം തീക്ഷ്ണതയോടെ പ്രതികരിക്കണം. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് തുല്യ അവസരം വേണം. സമൂഹത്തിലെ പുരുഷാധിപത്യം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബംഗളൂരു. IPC കർണാടക സ്റ്റേറ്റ് ശുശ്രൂഷക സമ്മേളനം ഒക്ടോബർ 1 മുതൽ 3 വരെ ഹൊറമാവ് അഗര സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നടക്കും. സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KS ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിശ്വസ്ത ഗ്രഹവിചാരകന്മാർ എന്ന വിഷയത്തെ ആസ്പദമാക്കി പാസ്റ്റർമാരായ ഷിബു തോമസ് ഒക്കലഹോമ, പോൾ T തോമസ് ഉദയപൂർ, നൂറുദ്ദീൻ മുള്ള ബെളഗാവി, ജോസ് മാത്യു, ഡോക്ടർ വർഗീസ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിക്കും. IPC കർണാടക സ്റ്റേറ്റിലുള്ള മുഴുവൻ ശുശ്രൂഷകന്മാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്ത ധന്യ പ്രിൻസ്, മാംഗ്ലൂർ. മല്ലപ്പള്ളി. IPC സൺഡേ സ്കൂൾസ് അസോസിയേഷൻ മല്ലപ്പള്ളി ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക സെമിനാർ ഇന്ന് രാവിലെ 9:30 മുതൽ മല്ലപ്പള്ളി സിയോൻപുര ഹാളിൽ നടന്നു. IPC മല്ലപ്പള്ളി ഡിസ്ട്രിക്ട് മിനിസ്റ്റർ പാസ്റ്റർ KV ചാക്കോ ഉദ്ഘാടനം ചെയ്തു. പാസ്റ്റർ T ലാലു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുമ ആനായനൻ അധ്യാപകർക്കായി ക്ലാസ് എടുത്തു. സൺഡേ സ്കൂൾ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് 10 വർഷങ്ങൾക്കുമേൽ അധ്യാപന ശുശ്രൂഷയിലായിരിക്കുന്നവരെ മെഡലും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു. സൺഡേ സ്കൂൾ കൊയർ ഗാനങ്ങൾ ആലപിച്ചു. പാസ്റ്റർ ജോയ്ക്കുട്ടി V പോൾ, പാസ്റ്റർ ജിജി മാമൂട്ടിൽ, EJ ജോൺ, അനിത റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാങ്ങാനം. ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ മേത്താന സൺഡേ സ്കൂൾ ആൻഡ് യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 18 നാളെ മാങ്ങാനം ക്രൈസ്തവാശ്രമത്തിൽ ഏകദിന ക്യാമ്പ് നടക്കും. കൊയ്ത്തിനായി ഇറങ്ങാം എന്നതാണ് ക്യാമ്പ് തീം. റവറന്റ് സുഗു K തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ ബിജു KP, പാസ്റ്റർ അജേഷ് MK എന്നിവർ നേതൃത്വം നൽകും. ബാംഗ്ലൂർ. ഐക്കോമത്ത് ജോൺ നൈനാന്റെ ഭാര്യ സാലി ജോൺ സെപ്റ്റംബർ 16 നിര്യാതയായി. സംസ്കാര ശുശ്രൂഷ സെപ്റ്റംബർ 18 നാളെ രാവിലെ 9:30 ഭവനത്തിൽ ആരംഭിച്ച് 1:30 ബാംഗ്ലൂർ ബിദരഹള്ളി AG ചർച്ച് സെമിത്തേരിയിൽ സംസ്കരിക്കും. മകൻ ബ്ലസൻ ജോൺ, സഹോദരങ്ങൾ ആലീസ്, ബാബു, ഡെയ്സി, മേഴ്സി, ജെസി. പരേതനായ പാസ്റ്റർ ചെറിയാൻ കോതകേരിയുടെ സഹോദരപുത്രിയാണ്. വാർത്ത ധന്യ പ്രിൻസ്, മാംഗ്ലൂർ. വാർത്തകൾ ചുരുക്കത്തിൽ. പുകവലിച്ചും മദ്യപിച്ചും സ്കൂൾ മൈതാനത്ത് അതിക്രമം. 1-ാം ക്ലാസ്സുകാരനെ അടക്കം മർദ്ദിച്ചു പെൺകുട്ടികൾ കോട്ടയത്തെ സ്കൂളിൽ. സ്ത്രീകൾക്ക് സമത്വവും സ്വാതന്ത്ര്യം നൽകണം, പുരുഷാധിപത്യം അവസാനിപ്പിക്കണം, ചീഫ് ജസ്റ്റിസ്. IPC കർണാടക സ്റ്റേറ്റ് ശുശ്രൂഷക സമ്മേളനം ഒക്ടോബർ 1 മുതൽ. അധ്യാപക സെമിനാറും അവാർഡ് വിതരണവും നടന്നു. ചർച്ച് ഓഫ് ഗോഡ് ഇന്റർനാഷണൽ മേത്താനം ഏകദിന ക്യാമ്പ് നാളെ മാങ്ങാനത്ത്. ബാംഗ്ലൂർ ഐക്കോമത്ത് സാലി ജോൺ നിര്യാതയായി. ഇന്നത്തെ GM ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും വരാം. നന്ദി, നമസ്കാരം.